കർത്താവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലേവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമയം ചെലവഴിപ്പാനും ദൈവവചനം കേട്ട് നമ്മുടെ ഹൃദയത്തെ, വിശ്വാസത്തെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും ദൈവം ഈ ആയുസ്സിൽ നമുക്കൊരുക്കി തന്നിരിക്കുന്ന വളരെ അനുകൂലമായ സാഹചര്യങ്ങൾക്കായി ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഏവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഹതവുമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കൃപ എത്രയോ എത്രയോ ശ്രേഷ്ഠം, ഉന്നതം, അനുഗ്രഹീതം. പിതാവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ കടാക്ഷം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. ഒന്നുമില്ലായ്മയിലൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം, സാന്നിധ്യം, ദൈവ കൃപ അനുഭവിക്കുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചൊരിഞ്ഞതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തോട് കൂടെ ഉണ്ടല്ലോ നാഥ. അവിടെ ഞങ്ങളെ കരുതുന്നുവല്ലോ, സ്നേഹിക്കുന്നുവല്ലോ കർത്താവെ. ദൈവം ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുവാൻ പോകുന്ന വചനം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൻ്റെ ഒടുവിലത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഏതിലാകുന്നു എന്നത്. ആൻസർ ഭാവികാല പ്രത്യാശ എന്നതാകുന്നു. ഏകദേശം എല്ലാ പേരും ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാവരും നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ദൈവവചനം കേട്ട് അതിന് ആൻസർ നൽകുക. ദൈവകൃപയിൽ വളരുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ചിന്താവിഷയം അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് എന്നതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് ധ്യാനത്തിനായിട്ട് ചെല്ലുന്നത്. പ്രിയരെ, ഒരു യഥാർത്ഥ ഭക്തൻ്റെ വിശ്വാസത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എന്തായിരിക്കും? ഒരു യഥാർത്ഥ ഭക്തയുടെ വിശ്വാസത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെയുള്ളതായിരിക്കും? ഒരു ഭക്തനെന്ന് പറയുമ്പോൾ, ഒരു ഭക്ത എന്ന് പറയുമ്പോൾ തന്നെ നാം ചിന്തിക്കുന്നത് എല്ലായ്പ്പോഴും ദൈവചിന്തയോടുകൂടെ ആയിരിക്കും. എപ്പോഴും പ്രാർത്ഥനയും ധ്യാനവും കാണിക്കകളും നേർച്ചകളും നല്ലത് മാത്രം ചെയ്ത് ക്ഷമയോടുകൂടെ മറ്റുള്ളവർക്ക് കരുണ കാണിച്ച് അങ്ങനെയുള്ള ഒരു ജീവിതത്തെയാണ് പലപ്പോഴും ഭക്തിയുടെ അനുഭവത്തിൽ നാം നോക്കിക്കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഭക്തനും വിശ്വാസിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒരു ഭക്തൻ, ഒരു വിശ്വാസി. ഭക്തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഭക്തൻ ഏത് പ്രതിസന്ധിയിലും കുലുങ്ങുകയില്ല. എന്നാൽ വിശ്വാസി കുലുങ്ങിപ്പോകുന്നവർ ആയിരിക്കും. ഭക്തൻ പറയും, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് ഭക്തൻ അല്ലെങ്കിൽ ഭക്ത പറയും അല്ലേ? പാട്ടുകാരൻ പാടി, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസി പറയും, ഒരു പ്രതിസന്ധി വരുമ്പോൾ, എന്നാലും എൻ്റെ ദൈവമേ അല്ലേ? ഇതാണ് വിശ്വാസി പറയുന്നത്. പ്രിയരെ, നിങ്ങൾ ഒരു ഭക്തനാകട്ടെ, നിങ്ങളൊരു വിശ്വാസിയാകട്ടെ, നിങ്ങളുടെ ജീവിത അന്ധകാരത്തിൻ്റെ നടുവിൽ പ്രകാശത്തെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതവും ചരിത്രവും വ്യക്തമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൂടെ എത്രയോ കാലങ്ങളായി നാം കേട്ടുവരുന്നു, പഠിച്ചു വരുന്നു, മനനം ചെയ്തു വരുന്ന ഒന്നാണ്. മനുഷ്യ
യാതന എന്ന ഒരു നൊമ്പരമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുവാൻ സാധിക്കും. മനുഷ്യ ജീവിതത്തിലെ മനുഷ്യ യാതന എന്ന ഒരു നൊമ്പരം, അതാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബ് അനുഭവിച്ച യാതനകൾ അല്ലേ, ധനവും ആരോഗ്യവും നഷ്ടമായി, സന്താന സൗഭാഗ്യമെല്ലാം പോയി, ഭാര്യയ്ക്ക് ഇയ്യോബ് അറപ്പായി തീരുന്നു, പ്രാണസ്നേഹിതന്മാർ, പരിചയക്കാർ, ബന്ധുക്കൾ, ദാസീദാസന്മാർ എല്ലാവരും തന്നെ വിട്ടു പോയി, വഴികൾ എല്ലാം അടഞ്ഞ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ കടന്നു വരികയാണ് അല്ലേ. നമ്മൾ എപ്പോഴും ഒരു ദുഃഖത്തിൽ, കഷ്ടതയിലായിരിക്കുമ്പോൾ, മരണവേദനയിലായിരിക്കുമ്പോൾ, ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ, വീട്ടിലൊരു മരണം സംഭവിച്ച് തകർന്നിരിക്കുമ്പോൾ, ഒരു അനർത്ഥം സംഭവിച്ച് തകർന്നിരിക്കുമ്പോൾ ചില സ്നേഹിതന്മാർ വരും. ഈ ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന സ്നേഹിതന്മാർ, എൻ്റെ ഭാഷയിൽ ഞാൻ ഇപ്രകാരം പറയും, ഞാൻ മനസ്സിലാക്കിയതാണ്, വേദനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാരാണ്. വേദനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാർ, അതായത് ആശ്വസിപ്പിക്കുമെന്ന വ്യാജേന വന്ന് കുറച്ച് വേദന തന്നിട്ട് അങ്ങ് പോകും. അവർ പറയുന്ന ചില വാക്കുകൾ നമ്മെ വേദനിപ്പിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇന്നിന്ന കാര്യങ്ങൾ, നീ എൻ്റെ നടത്തം അത് ശരിയല്ലായിരുന്നു, ഇന്നിന്ന കാര്യങ്ങൾ. ഇവർ വന്നത് ആശ്വസിപ്പിക്കുക, പക്ഷേ ഇങ്ങനെ രണ്ട് മൂന്ന് വിത്തുകളൂടെ വിതച്ചിട്ട് അങ്ങ് പോകും. വേദനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാർ എല്ലാ ലോകത്തിലും നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും എന്നതാണ്. 10 പ്രാവശ്യം നീതിമാനായ ഇയ്യോബിനെ ഈ ആശ്വസിപ്പിക്കുന്ന അല്ലേ, വേദന നൽകുന്ന ഈ ആശ്വാസപ്രദന്മാർ, സ്നേഹിതർ നിന്ദിക്കുന്നത് കാണുമ്പോൾ 10 പ്രാവശ്യം നിന്ദിച്ചു എന്നതാണ്. അത് നമ്മൾ വായിച്ചു വരുമ്പോൾ അത് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒടുവിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ പരിസമാപ്തി, അല്ലെങ്കിൽ ആ എൻ്റെ അതിന് തൊട്ട് മുമ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മരണത്തിൻ്റെ മണിനാദം കാത്ത് ആ ഭക്തൻ കാത്തിരിക്കുകയാണ്. ഇനി മുന്നിലുള്ളത് മരണം മാത്രം. ഈ ബ്രീത്തിങ്, ഈ ശ്വാസം അതൊന്ന് നിലച്ചാൽ എല്ലാം തീർന്നു. അതിൻ്റെ ആ മണിനാദം, മരണത്തിൻ്റെ മണിനാദം കാത്ത് ഇയ്യോബ് ഇതാ കാത്തിരിക്കുകയാണ്, കിടക്കുകയാണ്. എല്ലാം അവസാനിച്ചു. തകർന്ന, തളർന്ന മനുഷ്യ ജീവിതത്തിൽ നിന്നും നാം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ? ചോദ്യമാണ്. തകർന്നുപോയ, തളർന്നുപോയ ഒരു മനുഷ്യ ജീവിതത്തിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, തകർന്ന, തളർന്നുപോയ ജീവിതത്തിൽ നിന്നും ദൈവം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ദൈവം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ചുറ്റും മരണനിഴലിൻ്റെ താഴ്വര, ശ്മശാന മൂകത. നോക്കുക, ഇയ്യോബിന് ചുറ്റും സ്നേഹിതന്മാർ വന്ന് നിന്ദിച്ചിട്ട് കടന്നുപോയി, എല്ലാം പോയി. ശ്മശാന മൂകതയിൽ ഇതാ ഇയ്യോബ് കഴിയുകയാണ്. പെട്ടെന്ന് നിരാശയുടെ അടിത്തട്ടിൽ നിന്നും കാർമേഘ പാളികൾക്കിടയിലൂടെ സൂര്യരശ്മി കടക്കുന്നത് പോലെ, വിശ്വാസത്തിൻ്റെ എക്കാലത്തെയും ഉദ്ദീപനം പോലെ ഇയ്യോബ് പ്രവചനാത്മാവിൽ ഉറക്കെ വിളിച്ച് പ്രസ്താവിക്കുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അവൻ പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എല്ലാം തീർന്നു, എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും പോയി. ആ തകർന്ന അനുഭവത്തിൽ നിന്നും അവൻ ഉറക്കെ പ്രസ്താവിക്കുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇത് ഒരു യഥാർത്ഥ ഭക്തൻ്റെ പ്രതികരണമാണ്. ഇത് ഒരു യഥാർത്ഥ ഭക്തൻ്റെ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, അഗ്നിശോധനയുടെ നടുവിൽ നമ്മുടെ പ്രതികരണം എന്താകും? വാട്ട് വിൽ ബി അവർ റെസ്പോൺസ് ടു ദ സിറ്റുവേഷൻ? നമുക്ക് വിശ്വാസത്തിലായിരിക്കുവാനും സന്തോഷത്തിലായിരിക്കുവാനും കഴിയുമോ? അങ്ങനെയെങ്കിൽ യു ആർ എ റിയൽ ഡിവോട്ടി. നിങ്ങളാകുന്ന ഒരു യഥാർത്ഥ ഭക്തൻ അഥവാ ഭക്ത. എല്ലാം തീർന്ന അനുഭവത്തിലും നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനും സന്തോഷമുള്ളവരായിരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ദൈവഭക്തൻ, ദൈവഭക്ത എന്ന് ഞാൻ അടിവരയിട്ട് പറയും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്. ഭക്തൻ പാടിയെന്ന് പറയുന്ന അതുകൊണ്ടാണ്, കഷ്ടതയിലും പാടുവാൻ
നഷ്ടമാതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. ബ്യൂട്ടിഫുൾ സോങ്. ഒരു ഭക്തൻ തൻ്റെ കഷ്ടതയിൽ, ദുരിതത്തിൽ അവൻ പാടും. അവൻ്റെ യാതനയുടെ നടുവിൽ അവൻ ആനന്ദിക്കും. അവൻ്റെ കഷ്ടതയെ അവൻ സെലിബ്രേഷനാക്കി മാറ്റും. ആമേൻ. ഡു വി എവർ ഹാവ് സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ അവർ ഫെയ്ത്ത്, അല്ലെങ്കിൽ ഫെയ്ത്ത് ലൈഫ്? വിശ്വാസ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ കഷ്ടതയിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഐ മീൻ സ്ട്രഗിൾ, ഐ മീൻ ട്രയൽസ്, ഐ മീൻ ഇൻ പ്രോബ്ലംസ്, ബട്ട് സ്റ്റിൽ ഐ എം സെലിബ്രേറ്റിംഗ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും ഭവിക്കില്ല. എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, നഷ്ടമായിട്ടുണ്ടെങ്കിൽ ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് ഒരു യഥാർത്ഥ ഭക്തൻ്റെ പ്രതികരണമാണ്. 2, ഒരു യഥാർത്ഥ ഭക്തൻ്റെ വിശ്വാസം. ഇയ്യോബ് പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഒരു ദിവസം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ആമേൻ. ഇയ്യോബ് പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഒരു ദിവസം ഞാൻ ദേഹസഹിതനായി, ദേഹരഹിതനായി എന്നല്ല, ദേഹത്തോടുകൂടെ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഇതാണ് ഫെയ്ത്ത്. I will see miracles from my God. ഒന്നുമില്ല, എല്ലാം തീർന്നു, ശൂന്യതയാണ്, വെറും ആഷസിൻ്റെ നടുവിൽ, ചാമ്പലിൻ്റെ ചാരത്തിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ പാറമേൽ നിൽക്കും. ഇപ്പോൾ ഞാൻ ആഷിൻ്റെ മധ്യയാണ് നിൽക്കുന്നത്, പക്ഷേ ഓൺ റോക്ക് ഇസ് ദെയർ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു റോക്ക് ഒരുക്കുന്നുണ്ട്, ഒരു പാറ. അതിൻ്റെ മേൽ ദൈവം എന്നെ നിർത്തും. കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എനിക്കുള്ളതെല്ലാം പോയി, മരണപ്പെട്ടു, നഷ്ടമായി. പക്ഷേ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നെ വീണ്ടെടുക്കുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ദേഹസഹിതനായി ഒടുവിൽ ഒരിക്കൽ എൻ്റെ ദൈവത്തെ ഞാൻ കാണും. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, പഴയ നിയമ കാലഘട്ടത്ത് വീണ്ടെടുപ്പുകാരൻ എന്നത് കഷ്ടതയുടെ സമയത്ത് വാത്സല്യത്തോടെ അടുത്ത് വരുന്നവൻ എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. അതായത് വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് രക്ഷിക്കുന്നവൻ, പ്രതിരോധം നൽകുന്നവൻ, സഹായിക്കുന്നവൻ, നഷ്ടപ്പെട്ട സകലത്തെയും മടക്കിയെടുത്ത് നൽകുകയും ചെയ്യുന്ന അടുത്ത രക്തബന്ധിയായ ഒരു ചാർച്ചക്കാരൻ എന്നതാണ് ഈ വീണ്ടെടുപ്പുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ലേവ്യ പുസ്തകം 25:25 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടെടുക്കണം, വീണ്ടുകൊള്ളണം. അതാണ് വീണ്ടെടുപ്പുകാരൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഇയ്യോബ് തൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തെ അതേ നിലയിൽ കാണുകയാണ്. നോക്കണേ, എൻ്റെ ചാർച്ചക്കാരൻ വന്ന് എനിക്ക് നഷ്ടമായത് വീണ്ടെടുത്ത് നൽകുന്നത് പോലെ ഇയ്യോബ് ആ സ്ഥാനത്ത് ദൈവത്തെ കൊണ്ടുവരികയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ ദൈവമാകുന്നു. എൻ്റെ സ്നേഹിതരല്ല, എൻ്റെ ചാർച്ചക്കാരല്ല, എൻ്റെ പ്രിയപ്പെട്ടവരൊന്നും അല്ല. എല്ലാം തീർന്നു, എല്ലാം പോയി, എല്ലാവരും നിന്ദിച്ചു. പക്ഷെ ഇപ്പോൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ ദൈവമാകുന്നു. ഈ ദർശനം ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും സന്തോഷവും നൽകുന്നു എന്നതാണ്. ഇതൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്, പരമമായ രഹസ്യമാണ്. ചിലരൊക്കെ നമ്മോട് ചോദിച്ചിട്ട്, ഇത്രയും കഷ്ടം നിനക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയുന്നു, എങ്ങനെ ചിരിക്കുവാൻ കഴിയുന്നു, എങ്ങനെ നിനക്ക് മുന്നോട്ട് ജീവിക്കുവാൻ കഴിയുന്നു? ഇറ്റ് ഈസ് എ മിസ്റ്ററി, പരമമായ ഒരു രഹസ്യമാണ്. ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഞാൻ സമാധാനം അനുഭവിക്കുന്നു. എനിക്കൊരു പ്രത്യാശയുണ്ട്, കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ എലോൺ. എൻ്റെ സൃഷ്ടിതാവ്, ഞാൻ വീണാലും വന്ന് എഴുന്നേൽപ്പിക്കുന്നൊരു കർത്താവ് ജീവിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ വീക്ഷണത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നമ്മുടെ സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തു ആകുന്നു. തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ചിത്രം, ഒരനുഭവം. ഇത് സെക്കൻഡ് ഫേസ് ആണ്.
ഇത് സെക്കൻഡ് ഫേസാണ്. അപ്പോൾ യേശു കർത്താവ് നമ്മെ വിലക്കെടുത്ത്, തൻ്റെ രക്തം ചിന്തി നമ്മെ വിലക്കെടുത്ത്, അല്ലേ, നമ്മെ വീണ്ടെടുത്തു. അപ്പോൾ ഇനി കർത്താവിൻ്റെ രണ്ടാം വരവാണ്. ഒടുവിൽ കർത്താവ് വീണ്ടും വരും. ഇതിനെയാണ്, അതാണ് ഞാൻ ആദ്യം പഴയ നിയമത്തിൽ അത് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിരാശയുടെ നടുവൻ ആത്മാവോടുകൂടെ അവൻ പ്രവചിക്കുകയാണ്. അതൊരു പ്രവചനമാണ്, പ്രൊഫസിയാണ്. അവൻ പറയുകയാണ്, എന്താണ്, യുഗപരമായ ഒരു വീക്ഷണമാണ്. അവൻ പറയും, അവൻ ഒടുവിൽ ഈ പൊടിമേൽ അഥവാ ഭൂമിമേൽ നിൽക്കും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ ഈ പൊടിമേൽ അഥവാ ഈ ഭൂമിമേൽ നിൽക്കും. ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ് ആണ് പ്രിയമുള്ളവർ. ഹല്ലേലൂയ, ആമേൻ. അയ്യോ പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്, ഒടുവിൽ അവൻ ഈ പൊടിമേൽ നിൽക്കും, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. യേശു ക്രിസ്തു ഭൂമിയിൽ മടങ്ങി വരും എന്നതാണ്. സഖരിയ പ്രവചന പുസ്തകം 14:4 വായിക്കുമ്പോൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചന പുസ്തകത്തിലും ഇത് ധാരാളം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പറയുന്നത് ഒടുവിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഭൂമിമേൽ ഈ പൊടിമേൽ നിൽക്കുമ്പോൾ നിലവിലിരിക്കുന്ന അനീതിക്ക് പൂർണ്ണ വിരാമം ഉണ്ടാകും. എന്ന് നീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ എന്ന് പാട്ടുകാരൻ പാടി, ഭക്തൻ പാടി. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്ന് തീരും എൻ്റെ പ്രിയൻ ഈ ഭൂമിമേൽ നിൽക്കുമ്പോൾ, പൊടിമേൽ നിൽക്കുമ്പോൾ, വീണ്ടെടുപ്പുകാരൻ നിൽക്കുമ്പോൾ അനീതിക്ക് പൂർണ്ണ വിരാമം ഉണ്ടാകും. എൻ്റെ അന്തരംഗം ആ സുദിനത്തിനായി കാത്തിരിക്കുന്നു. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. മരണത്താൽ എൻ്റെ അസ്തിത്വം ഇല്ലാതെയാകും. ശരീരം, പറയുകയാണ്, എൻ്റെ ശരീരം പുഴുക്കൾ തിന്നട്ടെ, തിന്നു തീർക്കട്ടെ, സ്നേഹിതർ മാറിപ്പോകട്ടെ, എൻ്റെ മുഖത്ത് നോക്കുവാൻ മനുഷ്യർ മടിക്കട്ടെ, എന്നാൽ ഞാൻ ഉണരുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുഖത്തെ കാണും. ആമേൻ, ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായ വിശ്വാസം പ്രിയമുള്ളവർ. ഞാൻ പലപ്പോഴും കൊതിച്ചു പോകാറുണ്ട്, ഇങ്ങനെയുള്ളൊരു വിശ്വാസം എന്നിൽ വേണം അപ്പ, ഇങ്ങനെയുള്ളൊരു വിശ്വാസം എനിക്ക് വേണം. പറയുകയാണ്, എല്ലാവരും മാറിപ്പോകട്ടെ, എല്ലാവരും മാറിപ്പോകട്ടെ. വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും, സമ്പത്തുള്ളവനും ഇല്ലാത്തവരും എല്ലാം മാറിപ്പോകട്ടെ. കൂടെയുള്ളവരും കൂടെ ജനിച്ചവരും ജന്മം തന്നവരും എല്ലാവരും മാറിപ്പോകട്ടെ. പക്ഷേ എൻ്റെ ശരീരം പുഴുക്കൾ തിന്നത്തെ, തിന്നു തീർക്കട്ടെ, അഴുകിപ്പോകട്ടെ, എൻ്റെ മുഖത്ത് നോക്കുവാൻ മടിക്കട്ടെ. പക്ഷേ ഞാൻ ഉണരുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഉണരുമ്പോൾ, ഉണരുക എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നും ഞാൻ ഉണരുമ്പോൾ, ഞാൻ മരിച്ചു, അടുത്ത് ഞാൻ അതൊരു നൈറ്റാണ്, രാത്രി കഴിയുമ്പോൾ, മരണമെന്ന രാത്രി കഴിയുമ്പോൾ ഞാനൊന്ന് ഉണർന്നു കഴിയുമ്പോൾ എൻ്റെ പ്രിയൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുഖത്തെ ഞാൻ ദർശിക്കും, ഞാൻ കാണും. ഇറ്റ് ഈസ് എ ഫെയ്ത്ത്, ക്വൈറ്റ് അൺചേഞ്ചിങ് ഫെയ്ത്ത്, മാറ്റമില്ലാത്ത വിശ്വാസം. പ്രിയമുള്ളവരെ, നമുക്ക് പറയുവാൻ കഴിയുമോ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ യേശുവാകുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഒടുവിൽ ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ ഉണരുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുഖത്തെ ഞാൻ കാണും. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലെ നമ്മുടെ പ്രതികരണം എന്താകുന്നു, നമ്മുടെ വിശ്വാസം എന്താകുന്നു, നമ്മുടെ പ്രത്യാശ എന്താകുന്നു, ഈ 3 കാര്യങ്ങൾ വിട്ടുകളയരുത്. വ്യത്യസ്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ഹോപ്പ്, എൻ്റെ റെസ്പോൺസ്, എൻ്റെ ഫെയ്ത്ത് എന്താകുന്നു? പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കാമോ? ദൈവത്തെ സ്നേഹിക്കാമോ? ചേർത്ത് പിടിക്കാമോ? എല്ലാം തീർന്നാലും എൻ്റെ ഒന്നുമില്ല, 1 രൂപ കാശെടുക്കുവാനില്ല എൻ്റെ കയ്യിൽ, മാറി ഉടുക്കുവാൻ വസ്ത്രമില്ല, എല്ലാവരും എൻ്റെ മുഖത്ത് പോലും നോക്കുവാൻ മടിക്കുകയാണ്, എന്നെ നിന്ദിക്കുകയാണ്. ഇയ്യോബിനെ 10 പ്രാവശ്യം നിന്ദിച്ചു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെ നിന്ദിച്ചത്? അങ്ങനെയൊക്കെ പോവുകയാണ്. പക്ഷെ അവൻ പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ആമേൻ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആത്മാവ് കൊണ്ട് പറഞ്ഞ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഒന്ന് കണ്ണടച്ച് ദൈവത്തോട് പറഞ്ഞ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. നിങ്ങൾ ഇന്ന് ഏത് സാഹചര്യങ്ങളായിരിക്കുന്നു, ആ സാഹചര്യം നിന്നുകൊണ്ടൊന്ന് പറഞ്ഞ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഒടുവിൽ ഞാൻ ദേഹസഹിതനായി എൻ്റെ കർത്താവിൻ്റെ മുഖത്തെ ഞാൻ കാണും.
എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുഖത്തെ ഞാൻ കാണും. ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, പ്രത്യാശ, അത് കറപുരളാത്തതായിരിക്കട്ടെ, ശക്തിയുള്ളതായി, അത് ബലമുള്ളതായി, അത് അചഞ്ചലമായ ഒരു അനുഭവത്തിലായിത്തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഉണരുമ്പോൾ ആരുടെ മുഖം കാണുമെന്നാണ് ഇയ്യോബ് പറഞ്ഞത്? ഞാൻ ഉണരുമ്പോൾ ആരുടെ മുഖം കാണുമെന്നാണ് ഇയ്യോബ് പറഞ്ഞത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഇതിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളിലൂടെ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്തോട് കൂടുതൽ ചേരട്ടെ, ദൈവ വഴിയിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്കായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത, മറക്കാത്ത, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന സർവ്വവല്ലഭനായ കർത്താവിൻ്റെ സന്നിധിയിൽ നാഥ, ഞങ്ങൾക്ക് അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളെ ധ്യാനിക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ, നടത്തണമേ, പരിപാലിക്കണം. നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവ്, കർത്താവെ, ഈ വചനത്തെ ശ്രവിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ ചൊരിയുമാറാകണം. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ തരത്തിൽപ്പെട്ട വൈഷമ്യതകൾ, ക്ലേശങ്ങൾ, വേദനകൾ, ദുഃഖ ദുരിതങ്ങൾ ഉണ്ട് നാഥ. അവിടെ ദുഃഖമൊക്കെ സന്തോഷമായി മാറട്ടെ. അവിടെ വിലാപങ്ങൾ നൃത്തമായി തീരട്ടെ. അവിടെ വേദനകൾ, ദുരിതങ്ങൾ കർത്താവെ ആനന്ദമായി മാറട്ടെ. എല്ലാ ജീവിതങ്ങൾക്കും കർത്താവ് സന്തോഷവും സമാധാനവും കൽപ്പിച്ചാക്കണം. ആമേൻ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നവർക്ക് സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വിടുതൽ നൽകുന്നവർക്ക് സ്തുതിക്കുന്നു. കർത്താവ് അന്ത്യത്തോളം ഞങ്ങളെ കാത്തു പരിപാലിക്കണം. തിരുക്കൃപ നിഴലായി ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. നീമതി യേശു എന്ന ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന ദൈവ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെ തരുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എന്ന് ചെയ്യുന്ന ശുശ്രൂഷ അവിടുത്തെ നാമമഹത്വത്തിനായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഒരു മാസക്കാലം അവിടുത്തെ കൃപ കൂടെ ഇരുന്നല്ലോ അപ്പ. വരുന്ന ആഴ്ച ഞങ്ങളൊരു പുതിയ മാസത്തിൽ പ്രവേശിക്കുവാൻ പോകുന്നു. കർത്താവെ, ആ മാസവും ഞങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ എല്ലാ നിലകളും സ്വർഗീയ പിതാവായ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാന, സന്തോഷം നിങ്ങളേവരും ഇന്നും എന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. പ്രിയമുള്ളവരെ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കുള്ള യാത്രയാണ്. ആ അത്ഭുത പ്രകാശം പ്രാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഒടുവിൽ ഞാൻ ദേഹസഹിതനായി അവൻ്റെ മുഖത്തെ കാണുമെന്ന് വിശ്വാസത്തോടെ പ്രതികരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രത്യാശയുടെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്ന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.